പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ പ്രത്യക്ഷീകരണ അടിസ്ഥാനത്തിൽ തന്നിരിക്കുന്ന ഉടമ്പടിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആ ഉടമ്പടി അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ, ഉടമ്പടി ജീവിക്കുന്ന ആൾക്കാരെ, ഉടമ്പടിയിലെ ഒരു ഘട്ടം പൂർത്തിയാക്കിയിട്ടുള്ള ആൾക്കാരെ, അത് പുതുക്കാൻ വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ആൾക്കാരെ അവരെല്ലാവരും കർത്താവെ പുതുക്കി ഉടമ്പടി എന്ന വലിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലിയ ദാനങ്ങൾ പ്രാപിക്കാൻ അവരെ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഞാൻ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അളിച്ചത് കർത്താവെ. ഞാൻ ഈ പ്രാർത്ഥന കൂടുന്ന ഓരോ മക്കളുടെ ഹൃദയത്തിനും ആ മക്കൾ അധിവസിക്കുന്ന കുടുംബത്തിനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സമാധാനം ആശംസിക്കുന്നു. കൃപാസ്ഥാനത്താറെ
ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അതിൻ്റെ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലും യേശുക്രിസ്തു നാമത്തിൽ നിൻ്റെ ജീവിതത്തിൽ സമാധാനം ആശംസിക്കും. ദൈവവേദനെ നീ പോവുക, നീ പോകുന്ന ഇടത്ത് നിൻ്റെ വലത്തും ഇടത്തും നിൻ്റെ കർത്താവ് നിൻ്റെ കൂട്ടായിരിക്കും. ദൈവവേദന നീ പോവുക, നിനക്ക് നീ ധൈര്യത്തോടെ പോവുക. നടക്കത്തില്ലെന്ന് വിചാരിക്കുന്ന കാര്യത്തിൽ എൻ്റെ കർത്താവ് എൻ്റെ കൂടെ കൊണ്ട് ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്, അന്ത്യം വരെ ഉണ്ടാകുന്നതിനെ അളിച്ചത് കർത്താവിൻ്റെ വാഗ്ദാനത്തെ ഉറപ്പിച്ചുകൊണ്ട് അവിടുത്തെ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ജീവിക്കാൻ ആത്മധൈര്യത്തോടെയും ആവേശത്തോടെയും ജീവിക്കാൻ വേണ്ടി തൻ്റെ അമ്മയെ നമുക്ക് കൈയേൽപ്പിച്ചു തന്ന ആ ദൈവത്തിൻ്റെ പദ്ധതി വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ കരം ചേർത്തുകൊണ്ട് നീ പോവുക. നിൻ്റെ അഡ്മിഷൻ്റെ കാര്യമായാലും ശരി, നിൻ്റെ ഇൻ്റർവ്യൂ ആയാലും ശരി, നിൻ്റെ വിദേശ യാത്രയായാലും ശരി, നിൻ്റെ കടലിലേക്കുള്ള മത്സ്യത്തൊഴിലാളികളുടെ യാത്രയായാലും ശരി, അതുപോലെ തന്നെ ഏത് ജീവിതത്തിൻ്റെ മാർഗത്തിന് വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുടലിൽ തീ പോകാൻ വേണ്ടിയുള്ള നിൻ്റെ എല്ലാ സംരംഭങ്ങളെയും കർത്താവ് നിമിഷം ആശീർവദിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമേ. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ കർത്താവ് നീ ഇപ്പോൾ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് അവർ ഒരു സംശയമില്ലാതെ അവർക്കെതിരെ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പൈശാചികമായ ശക്തികൾ അവരുടെ ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും അവർ നിർബന്ധിക്കുകയും വിലങ്ങി വെക്കുകയും ചെയ്യുന്നു. കർത്താവ് വിലങ്ങിനെ പൊട്ടിച്ചുകൊണ്ട് കർത്താവേ അവർ ദൈവവിളിയിലേക്ക് വിളിച്ച് ചേർത്തുകൊണ്ട് കർത്താവേ അവരെ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ വലിയ കാവലാളായി അവരെ മാറ്റണമേ. അങ്ങയുടെ കുടുംബങ്ങളെ നീ ആശീർവദിക്കണമേ. ദൈവവിളിയിൽ പ്രതിസന്ധിയുള്ളവരെ ഈ നിമിഷം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ സ്ഥിരീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഈശോ പറയണതേ, നമ്മുടെ ദൈവം ആരാണെന്ന് നമുക്കൊരു പിടിയില്ല. അതുകൊണ്ട് വചനം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തു. നിൻ്റെ ദൈവം എന്താണ്? നിൻ്റെ ശരീരം തന്നെയാണ്. നിൻ്റെ ദൈവം നിൻ്റെ ഉദരമാണ്. നിൻ്റെ ദൈവം ഇപ്പം നമ്മുടെ ഈ കരചരണങ്ങളുണ്ടല്ലോ, കരചരണങ്ങളിലൊക്കെ ചില സമയത്ത് ദൈവത്തിൻ്റെ ഭാഗമായിട്ട് ദൈവത്തിൻ്റെ സ്ഥാനം അപകരിക്കും. ചിലർക്ക് നല്ല മസിലുണ്ടാവും, അപ്പോൾ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് വെച്ച് കഴിഞ്ഞാൽ അപ്പം ആരോഗ്യമായിരിക്കും അവരുടെ ദൈവം ഇല്ലേ. അവർ കുർബാനയ്ക്ക് പോണ സമയത്ത് പോലും അവർ കുർബാന മുടക്കിയിട്ട് വർക്കൗട്ടിന് പോകും, ജിംനേഷ്യത്തിൽ പോകും രാവിലെ എഴുന്നേറ്റ്. അതാണ് ആരോഗ്യമാണ് അവരുടെ ദൈവം. ഇപ്പം ആൾക്കാരെന്തുകൊണ്ടാണ് ചിലവരെങ്കിലും സാത്താ വർഷപ്പിലേക്ക് പോണത്? എന്താണ്? ബിസിനസ്സുകാരാണ് കൂടുതൽ പോണത്. എന്താ കാര്യം? അവന്മാർ തമ്മിൽ കോമ്പറ്റീഷൻസാണ്. ഇപ്പം കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പം സാത്താനാണ് കൈ കിട്ടണമെന്നുണ്ടെങ്കിലും അവർ ലാഭമാണ് അവരുടെ ദൈവം. അപ്പം അത് പുതിയ ആൾക്കാരൊന്നും അല്ല, പണ്ട് പോലെ ഉണ്ട്. അത് ഉദരമാണ് അവരുടെ ദൈവം എന്ന് പറയത്തില്ലേ. ഫിലിപ്പി 3:19. നാശമാണ് അവരുടെ അവസാനം. നാശമാണ് അവരുടെ അവസാനം, ഉദരമാണ് അവരുടെ ദൈവം. അപ്പൊ ദൈവം വേറെ കൊണ്ടേട്ടാ. ശരിക്കും ലാഭമാണ് അവരുടെ ദൈവം. അങ്ങനെ ഉണ്ട്. ഇപ്പൊ അവർക്ക് പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിനേക്കാൾ കൂടുതൽ സന്തോഷം അവർക്ക് ഒരു ബിസിനസ് ലാഭം കിട്ടണ പോലെ ഏത് സന്തോഷം ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണമെന്ന് നോക്കിയാൽ മതി. അപ്പം ആരാണ് ദൈവം എന്ന് മനസ്സിലാവും. ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങളുടെ ഒരു ഉഡായിപ്പ് നടക്കുന്നില്ല വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് സന്തോഷം എന്താണ് തരണത്, അതാണ് ശരിക്കും ഇപ്പം നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നത്. ആത്മീയമായാലും ഇപ്പം അത് ഭൗതികമായാലും സന്തോഷം നിങ്ങളെ മനസ്സിലല്ല അത് അനുഭവിക്കണത്. അതായത് എന്താ വിഷയം എന്ന് പറയണത്, ഇതിൽ ഏത് വിഷയത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ഉണ്ടാകണത്? അപ്പം അതെല്ലാം ഇങ്ങനെ അതായത് ദൈവത്തിലാണ് സന്തോഷമെങ്കിലേ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് തോന്നിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളോർക്കും എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്, അപ്പം എനിക്ക് ദൈവത്തിലാണ് എനിക്ക് അഭിഷേകം ഉണ്ടാകും. ചിലപ്പോൾ ഒരു മണ്ണാങ്കട്ടി ഉണ്ടാകത്തില്ല. എന്താ കാര്യം? പ്രാർത്ഥിക്കാൻ തോന്നുന്നത് എന്താ കാര്യം? ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഇഷ്യൂ ബേസ്ഡ് പ്രെയറാണ് നിങ്ങൾക്ക് ഉള്ളതേ. പലർക്കും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ട്, ഒരു ഇഷ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നോക്കിയിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിക്കും. ഒരു ആവശ്യമില്ല, ഉറങ്ങി കിടക്കണമൊക്കെ ഫോൺ വിളിച്ചിട്ട് വായിത്തോന്നൊക്കെ വിളിച്ചു പറയും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ
നിങ്ങൾക്ക് ഇതുപോലെ സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവമുള്ളൂ. സമ്മർദ്ദം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അമ്യൂസ്മെൻ്റൊക്കെയാണ്. അതൊക്കെയാണ് പ്രശ്നം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ദൈവത്തെക്കുറിച്ച് ഓർക്കണമെന്ന് തോന്നും. അഥവാ നമ്മളൊന്ന് ഫ്രഷായി കഴിഞ്ഞാൽ അപ്പം ദൈവത്തെ ഓർക്കും നമ്മൾ. എന്നാൽ കർത്താവിനടുത്ത് പോയി കുറച്ച് നേരം ഇരുന്നേക്കാം, ഒരു കാര്യമില്ലേ പോയി ഇരുന്നേക്കാം, 2 വാർത്തയൊക്കെ പറഞ്ഞിരിക്കാം എന്ന് പറയും. അപ്പോൾ ഒരു ജവാനെടുത്ത് ഇല്ലേക്കാം, ഒരു കാര്യമില്ല. കാര്യമില്ലാതെ ജവമാല ചെല്ലണമെന്നും പ്രാർത്ഥിക്കണമൊക്കെ തോന്നുമ്പോൾ ഓർക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ കൂടെയാണ് ജീവിക്കണം. ഓക്കെ അല്ലേ? ശുഭിശയില്ലേ? ഏറ്റവും പ്രിയപ്പെട്ടവരെ, സന്താനാഭിഷേകത്തിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒരു വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് നമ്മൾ ഏത് തരത്തിലാണ് ദൈവത്തിൻ്റെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യണത്. അത് കേൾക്കണതല്ല, വചനം കേൾക്കുന്നതിനേക്കാളുപരി അത് പ്രയോഗത്തിൽ വരുത്തുന്നത് വളരെ സീരിയസായ ഒരു വിഷയമാണ്. നമ്മളും പിശാചും തമ്മിലുള്ളൊരു വ്യത്യാസം തന്നെ അതാ. നമ്മളും പിശാചും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായി ബൈബിൾ പറയണത്, കാര്യം നമ്മൾ വിശ്വസിക്കുന്നു, ബൈബിൾ പറയാം അത് പിശാചും അതുപോലെ വിശ്വസിക്കുന്നു. നമ്മളെന്താ വിശ്വസിക്കണത്? നമ്മൾ വിശ്വസിക്കണത് യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. അത് പിശാച് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ദൈവം ഏകനാണെന്ന് പിശാച് വിശ്വസിക്കുന്നു. അവന് ഭയം ഉണ്ടാകുന്നതിൻ്റെ പേരിൽ വൈകാരിക മേഖലകളിൽ അവനത് വിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 വിശ്വാസങ്ങൾ ഇങ്ങനെ പാരലായിട്ട് വരുമ്പോൾ നമ്മുടെ വിശ്വാസം സത്യസന്ധമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇപ്പം തന്നെ ഒത്തിരി അത്ഭുതങ്ങൾ ഉടമ്പടി നടക്കണില്ലേ? ഉടമ്പടി അത്ഭുതങ്ങൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കും, അപ്പോൾ ആരാണ് ആ വചനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണത്? ആ വചനത്തിൽ ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കുകയെ, ഒരിക്കലും ഒരു സഹോദരി എന്നെ കാണാൻ വന്ന്, അപ്പോൾ ഞാനൊരു പള്ളിയിൽ ഇരിക്കുക, മുകളിൽ ഞാൻ അസ്തേന്തിയായ കാരണം ഞാൻ മുകളിലെ മുറിയിൽ വികാരിച്ചതിൻ്റെ ഇപ്പുറത്തെ മുറിയിൽ ഇരിക്കുക. പക്ഷേ എനിക്ക് അതിൻ്റെ മുറിയിരുന്ന് കഴിഞ്ഞാൽ താഴേക്കുള്ള കാഴ്ച കാണാൻ പറ്റും. അപ്പോൾ ഞാൻ താഴേക്ക് സാന്ദർഭികമായിട്ട് നോക്കിയപ്പോൾ ഒരു സഹോദരി മുടന്തി വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് പോയി, താഴെ ഒത്തിരി ഓഫീസൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവർ വേറെ രൂപമായി എൻ്റെ മുമ്പിൽ വന്നു, എൻ്റെ മുറി വന്നു. വേറെ രൂപം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇവർക്ക് നല്ല വണ്ണമാണ്, ഒരുവിധം വണ്ണമാണ്. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി. കാര്യം ഇവർ 65% മുടന്തുണ്ട് ഇവർക്ക്. 65%. ഈ 65% മുടന്ത് വെച്ച് എൻ്റെ സ്റ്റെയർ കേസ്, എൻ്റെ മുറിലോട്ട് വരുന്ന കോവേണിപ്പടി ഇങ്ങനെ സ്റ്റീപ്പായിട്ട് കിടക്കുകയാണ്, കുത്തനെ. ഈ 60% മുടന്തും അതിനേക്കാൾ ഉപരിയുള്ള വണ്ണവും വെച്ചുകൊണ്ട് ഈ സ്റ്റെപ്പേ കൂടി കയറി വരുമ്പോൾ 3/4 മണിക്കൂർ എടുക്കും. ഈ സങ്കടം എന്ന് പറഞ്ഞതേ, ഇതിങ്ങനെ ആയാസപ്പെട്ട് ഇഴഞ്ഞ് തൂങ്ങി മുകളിൽ കയറിയപ്പോഴേ വേർത്ത് മുഴുവനും ഇങ്ങനെ വെള്ളത്തിൽ വീണ പോലെ ഇരിക്കുകയാണ്. ഞാൻ കണ്ടപാടെ എൻ്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി എടുത്തെന്ന് ചോദിച്ചു. അപ്പോൾ അവരിന്ന് കരയുന്നല്ല, അവർക്ക് സങ്കടം വരികയാണ്. കാര്യം അവരുടെ അമ്മ മരിച്ചു പോയിട്ട് 2-3 മാസമായി. ഇപ്പം പ്രായോഗികമായിട്ട് അവർക്ക് ആരുമില്ല. പക്ഷെ അവർക്ക് കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ച ജീവിതകാലത്ത് വരെ, പക്ഷെ അവർക്ക് 36 വയസ്സുണ്ട്.
36 വയസ്സ്, മുടന്ത്, നല്ല ഒരുവിധ വണ്ണം. അപ്പം 3 ഇമ്പിഡിമെൻറ്റ്സ്, 3 തടസ്സങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ ഇവർക്ക് ചെറുക്കാനും നോക്കി പോകാനോ അന്വേഷിച്ച് കൊടുക്കാനോ ആരുമില്ലതാനും. അപ്പം 4 കാര്യങ്ങളുണ്ട്, 4 തടസ്സങ്ങളുണ്ട് ശരിക്കും. അപ്പോൾ അവരാരോ പറഞ്ഞ് ഇങ്ങനെ അച്ഛനോട് വന്ന് ചോദിച്ചാൽ അച്ഛൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളൊരു അറിവിലാണ് അവർ വരണത്. പക്ഷേ ഞാൻ എഴുന്നേറ്റിട്ട് എൻ്റെ മുമ്പിലൊരു വലിയ കുരിശ് ഞാൻ എൻ്റെ മുറി സൂക്ഷിക്കുമായിരുന്നു അന്ന്. കാര്യം ഇപ്പം എൻ്റെ മനസ്സിൽ പറയണത്, ഈ സത്യസന്ധമായ ഒരു വിശ്വാസത്തിന് വേണ്ടി ആണ് ഇവർ, ആ വിശ്വാസത്തിൽ, യേശുവിലുള്ള വിശ്വാസത്തിലാണ് ഇവർ ഇത്രയും പങ്കപ്പാട് സഹിച്ച് മോളി വന്നത്. അതൊക്കെ ഞാനപ്പോൾ അതിനേക്കാളുപരി ഞാൻ വിചാരിച്ചതേ, ഇവർ സത്യം പറഞ്ഞ് ഇത്രയും കഷ്ടപ്പെട്ടല്ല, ഇവർക്ക് ആരുമില്ലല്ല. ഞാൻ ഉടനെ ഇവരുടെ മുഖത്ത് നോക്കി പറഞ്ഞേ, ചേച്ചി 3 ആഴ്ച, അത് ഞാൻ ഈശോനെ വെറുതെ പറഞ്ഞതല്ല, ഭംഗി വാക്ക് പറഞ്ഞ കപടാശ്വാസമൊന്നുമല്ല. ഹൃദയത്തിൽ ഉള്ളിൽ ഞാൻ പോലും കരയണ രൂപത്തിൽ ഈശോനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ചേച്ചി 3 ആഴ്ച നിങ്ങൾ ജീവിത പങ്കാളിയെ കൊണ്ട് വരുമെന്ന് പറയണ എന്താ കാര്യം? കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുക. എന്താ വിശ്വസിക്കണം? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്നതിന് പകരമാണ് ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്താ? റോമ 10:9 അവരോട് പറഞ്ഞത്. എന്താ ഞാൻ അവരോട് പറഞ്ഞത്? 3 ആഴ്ച മുടന്താണെങ്കിലും വണ്ണമാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നടത്തിക്കൊണ്ടുപോകാനും ഇതൊക്കെ നടത്തിത്തരാനുള്ള ആൾക്കാരില്ല എന്നുണ്ടെങ്കിലും ചേച്ചി 3 ആഴ്ച കഴിയുമ്പോൾ ഈശോയിൽ വിശ്വസിച്ച് ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പോഴും ഇത് ബലിപീഠം, ഇപ്പം നമ്മൾ ആരാധനയ്ക്ക് പോവുകയാണ്. പക്ഷേ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ സാക്ഷ്യം കേൾക്കും. പക്ഷേ അത് ഞാൻ പറയാൻ കാരണം കർത്താവിൻ്റെ ജീവ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കേണ്ടത്. ഞാൻ പറഞ്ഞ 3 ആഴ്ച എന്ന് പറഞ്ഞാൽ 21 ദിവസമാണ്. ആ 21 ദിവസം തന്നെ അവർ തിരിച്ചു വന്നു. പറഞ്ഞ പോലെ നിറയെ പൊന്നിട്ട് പട്ടുസാരി ഉടുത്ത് ജീവിത പങ്കാളിയുമായിട്ട് വന്നേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കാത്തൊരു കാര്യമാണ്. ഞാൻ ഓർക്കട്ടെ, ഈ ചെറുക്കൻ എങ്ങനെ കിട്ടിയെന്ന്. മിടുക്കനായ മനുഷ്യൻ, നല്ല പൊക്കമുള്ള മിടുക്കനായ മനുഷ്യൻ. അവർ ഇഴഞ്ഞാണെങ്കിലും ശരി, ഈ 70 കിലോ തൂക്കമുള്ള ബോഡി മുകളിൽ എത്തിച്ച് അവരെങ്ങനെ എത്തിച്ചെന്ന് അവർ വലിഞ്ഞു കയറിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയി, അവരിറങ്ങിയപ്പോൾ ഞാൻ കൂടെ പോയായിരുന്നു അവിടെ കൂടെ. ഇറങ്ങാൻ സുഖമാണല്ലോ, പക്ഷേ കയറാൻ പാടാണ്. പക്ഷെ അതല്ല, അതിന് വേണ്ടി നമ്മളൊരു ത്യാഗം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ദൈവത്തിന് മനസ്സിലാകും സത്യവിശ്വാസം. വിശ്വാസം സത്യമാകണത് അത് സത്യമായത് കൊണ്ട് മാത്രമല്ല. വിശ്വാസം സത്യമാകണത് ആ സത്യത്തിൻ്റെ പേരിൽ സത്യമായിട്ട് നമ്മളതിനെ ത്യാഗം അനുഭവിച്ച് കഴിയുമ്പോഴാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവ പൈതൽ, നീ കടത്തിലാണോ, രോഗത്തിലാണോ, അല്ലെങ്കിൽ നിനക്ക് താങ്ങാനാവാത്ത ഭാരത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ വചനം പെരുക്കിയെടുത്തിട്ട് ഞാൻ ഈ വചനത്തിന് വേണ്ടി ത്യാഗം അനുഭവിക്കും, ഈ വചനം പൂർണ്ണമായ സത്യമാണ്, ഞാൻ വിശ്വസിക്കും എന്ന് നമുക്ക് ഹൃദയത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ, അത് പ്രയോഗത്തിൽ വരുത്തി കഴിഞ്ഞാൽ, അങ്ങനെ പ്രയോഗത്തിൽ വരുത്തിയ ഒരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോകുന്നത്. എൻ്റെ പേര് പ്രിജി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അമ്മയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി വെച്ചത്. എനിക്ക് 15 വർഷമായി ഉണ്ടായിരുന്ന നടുവേദനയ്ക്ക് വേണ്ടി അങ്ങേയറ്റം വേദനയോടുകൂടി എൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞ സമയത്ത്, ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു പാത്രം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. ആ പാത്രം എടുക്കുന്നതിന് വേണ്ടി ഞാൻ കുനിഞ്ഞപ്പോൾ എൻ്റെ ഇളിക്കൂടുന്ന് ഒരു വെടി പൊട്ടി. ഇളിയും മേൽഭാഗവും യാതൊരു കണക്ഷനും ഇല്ല. ഞാൻ മുട്ടുകുത്തി നിലത്ത് വീഴുകയായിരുന്നു ചെയ്തത്. അന്നേരം എൻ്റെ വീട്ടിലാണെങ്കിൽ എന്നെ ഒന്ന് താങ്ങിയെടുക്കാൻ പോലും ആരുമില്ലാത്ത
ഇരിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ഞാൻ അവിടെ കിടന്ന് എൻ്റെ മാതാവിനെ വിളിച്ചു, എൻ്റെ മാതാവേ, ഈ ഒരു അവസ്ഥയിൽ എന്നെ ഒന്ന് താങ്ങിയെടുക്കാൻ പോലും എൻ്റെ വീട്ടിൽ ആളില്ല, ഞാൻ ഈ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യും മാതാവേ എന്ന് ഞാൻ കരഞ്ഞ സമയത്താണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മൊബൈൽ ടീപ്പൊക്കെ പുറത്ത് ചാർജിലിട്ടേക്കാണ് ചെയ്തത്. കൈ കുത്തി ഞാൻ ഇഴഞ്ഞു പോയി ആ മൊബൈൽ എടുത്തിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും തൊട്ടടുത്ത വീട്ടിലാണ് താമസം. അങ്ങനെ അവർ വന്ന് അവരെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ നിങ്ങളൊന്ന് ഓടി വരണം, ഞാനിങ്ങനെ വീണ് പോയി. അങ്ങനെ അവർ പെട്ടെന്ന് ഓടി വീട്ടിൽ വരുമ്പോൾ ഞാൻ കൈ കുത്തി ഇഴഞ്ഞ് ചാരി ഇരുന്ന് കരയാണ്. അങ്ങനെ അവർ ഈ അവസ്ഥ കണ്ടിട്ട് അവർ പറഞ്ഞ്, ദൈവമേ, നല്ലതുപോലെ നിന്ന എൻ്റെ കുട്ടിതാ ഈ കണക്കിന് ഇഴയുന്നു, ഇത് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് അവരും വിഷമിച്ച് നിൽക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കൊന്ന് കിടക്കണം അമ്മേ, എനിക്ക് വല്ലാത്ത വേദനയുണ്ട്, ഒരു പരമ്പെടുത്തിടാൻ പറഞ്ഞ് അവർ പരമ്പിട്ട് ആ പരമ്പിൽ ഞാൻ ഒരാഴ്ചയോളം കിടന്ന്. എനിക്ക് വേദന ഒട്ടും കുറവില്ല. എൻ്റെ അമ്മ വന്നാണ് എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. 1നും 2നും പോവാൻ തന്നെ എൻ്റെ അമ്മാവിയും എൻ്റെ മൂത്ത കുഞ്ഞിൻ്റെ സഹായം തേടിയാണ് ഞാൻ പോകുന്നത്. അത് അസുഖത്തെക്കാട്ടി എന്നെ മാനസികമായിട്ട് തളർത്തിയ ഒരവസ്ഥയായിരുന്നു. എങ്കിലും എൻ്റെ മാതാവ് എന്നെ കൈവിടിയില്ലെന്ന് തന്നെയായിരുന്നു എൻ്റെ വിശ്വാസം. അങ്ങനെ എൻ്റെ അമ്മ എനിക്കൊരു ജപമാല തന്നിട്ട് പറഞ്ഞു, മോളെ, നീ ഈ ജപമാല വെച്ച് പ്രാർത്ഥിക്കും, ഇന്ന് 2:30 മണിക്ക് ശേഷം നിനക്ക് കുറവില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ ആ ജപമാല വെച്ച് സമനില തെറ്റിയ കണക്ക് ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് വേദന സഹിക്കാൻ വയ്യാതെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ബെഡിൻ്റെ മുകളിൽ ഒരു പ്രകാശം പോലെ വന്ന് ഇവിടുത്തെ അൾത്താരയിലിരിക്കുന്ന മാതാവാണ് ആ പ്രകാശത്തിൽ വന്നിട്ട് എന്നോട് പറയുന്നു, മകളെ നീ എണീക്കുക. അപ്പം ഞാൻ ചാടി എണീക്കുന്ന സമയത്ത് എൻ്റെ ശരീരത്തൊരു ഷോക്ക് കടത്തിവിട്ട് ഞാൻ നല്ല രീതിയിൽ ശരീരം വിറക്കുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ മാതാവിനെ എങ്ങനെയെല്ലാം സ്തുതിച്ചെന്ന്. ഞാൻ മാതാവിനെ സ്തുതിച്ച് തീർന്നപ്പോൾ എൻ്റെ അടുത്ത് പറയണം, നീ കുനിയെ നിവരെയൊക്കെ ചെയ്യാം. അങ്ങനെ കുനിയെ നിവരെയൊക്കെ ചെയ്തപ്പോൾ എൻ്റെ നടുവേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയാൻ വയ്യ. പഴയതുപോലെ ഞാൻ ജോലി ചെയ്യുന്നു, ചാടുന്നു, ഓടുന്നു, നടക്കുന്നു. അങ്ങനെ ഞാൻ അമ്മയെ വിളിച്ച, എൻ്റെ അമ്മ അടുക്കളയിൽ നിൽക്കുകയായിരുന്നു. അമ്മേ ഓടി വാന്ന് പറഞ്ഞു. അമ്മ ഓടി വന്നിട്ട് വെച്ചു, അയ്യോ എൻ്റെ മാതാവേ, ഞാൻ എന്തൊരു അത്ഭുതം ഈ കാണുന്ന. അങ്ങനെ അമ്മയെ എൻ്റെ തലയെ കൈവച്ച് ഞാനും അമ്മയും കൂടെ ഉച്ചത്തിൽ നിലവിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നത് വരെക്കും എൻ്റെ നടുവേദന എനിക്ക് വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഒരു വേദന എനിക്ക് വന്നിട്ടില്ല. ഇത്രയേറെ അനുഭവം തന്ന എൻ്റെ കൃപാസനത്തിലെ മാതാവിന് ഒത്തിരിയേറെ നന്ദി, സ്തുതി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു വലിയ സാക്ഷ്യമാണ് കേട്ടത്. ഞങ്ങളെപ്പോഴും കൃപാസനത്തിൽ ഇതുപോലെയുള്ള ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ, അതായത് നേരിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത്. നേരിട്ട് ദൈവസാന്നിധ്യം അനുഭവിക്കുന്നത് ഒരു സങ്കീർണമായ വിഷയമോ അസാധ്യമായ കാര്യമോ അല്ല. കാരണം നമ്മൾ ആ വചനത്തിൽ വിശ്വസിക്കാൻ ഇടയായാൽ ദൈവം തൻ്റെ തനി സാന്നിധ്യം കൊണ്ട് നമ്മുടെ വീടിനെ ആശീർവദിക്കും. ഈ സാക്ഷ്യം നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിലെ വചനം അക്ഷരാർത്ഥത്തിലെ വിശ്വാസ പ്രയോഗത്തെ വരുത്തിക്കൊണ്ട് ദൈവസാന്നിധ്യം ഉറപ്പുവരുത്താൻ, അതിലൂടെ സമാശ്വാസം പ്രാപിക്കാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ചോട് നമുക്ക് വാഴ്ത്തിപ്പാടാം, വിശ്വാസത്തോട് നമുക്ക് പാടാം. ദൈവ തിരുസന്നിധിയിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമർപ്പിച്ച്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ സമർപ്പിച്ച്, നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. അസാധ്യമായി നമുക്കൊന്നുമില്ല. അത് കർത്താവിൻ്റെ വചനമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അത് എല്ലാവരെയും ബാധിക്കുന്ന സത്യമാണ്. ലൂക്കാ 1:37 നമ്മൾ വായിക്കുന്നു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഇപ്പോഴും ആരാധനയിൽ ജനകോടികൾ സുഖപ്പെടുന്നില്ല, ലോകം മുഴുവനുമുള്ള. ഈ ആരാധനയിൽ ജീവനോടെ രക്തസ്രാവ രോഗിയെ സുഖപ്പെടുത്തിയ, അന്ധനെ സുഖപ്പെടുത്തിയ, കടലിന് മീതെ നടന്ന പത്രോസിനെ കടലിൽ നിന്ന് പിടിച്ച് കയറ്റിയ അതേ കർത്താവാണ്. ദിവ്യകാരുണ്യത്തിൽ സാന്നിധ്യമായി വരുമ്പോൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കരുതണം, ഇന്നും കർത്താവ് അതേ കർത്താവ്. ഹെബ്രായർ 13:8 അനുസരിച്ച് കൊണ്ട് ദിവ്യകാരുണ്യത്തിലൂടെ എൻ്റെ കുടുംബത്തെ സ്പർശിക്കാൻ പോകുന്നു, എന്നെ സ്പർശിക്കാൻ പോകുന്ന കർത്താവേ, അപ്പോസ്തലന്മാരെപ്പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. മർക്കോസിൻ്റെ 9:24 പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ അവിശ്വാസത്തെ പരിഹരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധനയിൽ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയാ, കരങ്ങൾ വീശിക്കൊണ്ട് ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, അനേകം മക്കള് ആഴമായ വിശ്വാസത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് ഈശോ. കർത്താവെ, അനേകം ഞങ്ങളുടെ അവിശ്വാസത്തെ കർത്താവെ ദിവ്യകാരുണ്യത്തിൽ ജീവനോടെ വസിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ സൗഖ്യമാക്കാൻ, ആശ്വാസമാക്കാൻ, ഞങ്ങളുടെ വിശ്വാസത്തിന് വരുന്ന പോരായ്മകളെ കർത്താവെ അങ്ങ് പരിഹരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്ന ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മനമുയർത്തി സ്വരമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. ഹല്ലേലൂയാ, 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 ആമേൻ. സഹീശോയെ, ഞങ്ങൾ സ്തുതിക്കണം കർത്താവേ. 2 രാജാക്കന്മാർ 3:15 കർത്താവ് എസെക്കിയാ രാജാവും ഏദോം രാജാവും ഒരേ സമയത്തിന് ഇസ്രായേലിനോട് യുദ്ധത്തിന് വന്നപ്പോൾ ഇസ്രായേലിൻ്റെ വളരെ ന്യൂനപക്ഷമായ ഒരു പട്ടാളത്തിന് അവിടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാത്ത ഒരു സാഹചര്യം കർത്താവ് അങ്ങയുടെ വചനത്തിലുണ്ട്. ആ സങ്കടം എലീശയോട് പറഞ്ഞപ്പോൾ എലീശ ഗായകന്മാരെയാണ് കർത്താവെ വിളിച്ചു വരുത്തിയത്. ഗായകന്മാർ സ്തുതിച്ചു, ഗായകന്മാർ പാടി ആർത്തപ്പോൾ ഈശോയെ ഏലിയായ്ക്ക് ദൈവമനസ്സ് വെളിപ്പെട്ടു. കാറ്റില്ലെങ്കിലും മഴയില്ലെങ്കിലും അരുവിത്തഴത്തെ വെള്ളം കൊണ്ട് നിറക്കും. കർത്താവെ, എത്ര ശുഷ്കിച്ച സൈന്യമാണെങ്കിലും മഹാസൈന്യത്തിൻ്റെ എതിരെ പോരാടുവാൻ കർത്താവെ, അങ്ങയുടെ മക്കൾക്ക്, അങ്ങയുടെ ജനത്തിന് കർത്താവെ നീ ശക്തി കൊടുക്കുമെങ്കിൽ കർത്താവെ, അതേ ശക്തി കർത്താവെ അനേകം കുടുംബങ്ങളിൽ കർത്താവെ ഇപ്പോഴവിടെ കഴിവ് കൊണ്ട്, അവിടെ സ്വാധീനം കൊണ്ട് കർത്താവെ കരകയറാൻ മാർഗമില്ലാതെ കണ്ണീരോടെ കർത്താവെ ഈ ആരാധനയിൽ കൂടുന്ന രോഗികൾ, ഈ ആരാധനയെ പ്രാർത്ഥിക്കുന്ന സങ്കടക്കാരെ കർത്താവെ ഇപ്പോഴും പ്രാർത്ഥനയാൽ, ആരാധനയാൽ കർത്താവെ ശക്തിപ്പെടുത്തണമേ. ഈ ദിവ്യകാരുണ്യത്തിന് കർത്താവെ നീ ഇറങ്ങിച്ചെന്ന് കർത്താവെ അവരെ സൗഖ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന, സ്തുതിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന ദൈവമേ, പ്രതിസന്ധിയിൽ പതറാതെ നിൽക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് അതേ വിശ്വാസത്താൽ ഈ ആരാധനയിൽ അനേകം മക്കളെ, അനേകം കുടുംബങ്ങളെയും കർത്താവിൻ്റെ ആശീർവാദം അനുഭവിച്ച് നിൽക്കുന്ന ഈ സ്വർഗീയ നിമിഷങ്ങളിലെ അതീവ ഭക്തിയോടുകൂടിയും ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദവും ആശ്വാസവും പ്രാപിക്കാം. കർത്താവെ,
അങ്ങയുടെ തിരുസന്നിധി ഭക്തിയാദങ്ങളോടുകൂടി നിൽക്കുന്ന ഓരോ മകൻ്റെ മേലും, ഓരോ മകളുടെ മേലും അവരെന്ത് വിഷയത്തിന് വേണ്ടിയാണ് ഈ സമയത്ത് ഹൃദയവ്യഥ അനുഭവിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധന്മാരുടെയും മധ്യസ്ഥതയാൽ വലിയ സാന്ത്വനാഭിഷേകം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ ആശീർവദിക്കുന്നതിനെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16 പത്രോസ് ശീലാസ് കാരാഗ്രഹത്തിൽ കിടന്ന് സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. അവർ രക്ഷപ്പെട്ടു ചങ്ങലകൾ അഴിയപ്പെട്ടു പോയപ്പോൾ കർത്താവായ ദൈവമേ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് എല്ലാവരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈശോയെ, അപ്പോൾ കാവൽ ഭടന്മാർ ചോദിക്കുന്നുണ്ട് കർത്താവേ, ഞങ്ങൾ എന്തു ചെയ്യണം രക്ഷ പ്രാപിക്കാൻ? കർത്താവായ യേശുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് മനമുയർത്തി സ്വരമുയർത്തിക്കൊണ്ട് വിശ്വസിക്കട്ടെ. അതേ കർത്താവ് നിങ്ങളോട് പറയുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സ് നമിച്ച് ഈശോയെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും വിദൂരങ്ങളിലായിരിക്കുന്നവരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.